ഹായ് എല്ലാവർക്കും ACIT സമഗ്രയിലേക്ക് സ്വാഗതം. 2026 ജനുവരിയിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് വായിക്കുന്നത്. റോഡ് സുരക്ഷാ വാരമായിട്ട് ആചരിക്കുന്നത് ജനുവരി 11 മുതൽ 17 വരെയാണ്. റോഡ് സുരക്ഷാ വാരമായിട്ട് ആചരിക്കുന്നത് ജനുവരി 11 മുതൽ 17 വരെയാണ്. അഷ്ടമുടി കായലിൽ നടന്ന 2026 പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം നേടിയത് നിരണം ചുണ്ടനാണ്. അഷ്ടമുടി കായലിൽ നടന്ന 2026 പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം നേടിയത് നിരണം ചുണ്ടൻ. രണ്ടാം സ്ഥാനം നേടിയത് വിയ്യപുരം ചുണ്ടനാണ്. മൂന്നാം സ്ഥാനം നേടിയത് മേൽപ്പാടം ചുണ്ടൻ. അഷ്ടമുടി കായലിൽ നടന്ന 2026 പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം നേടിയത് നിരണം ചുണ്ടൻ. രണ്ടാം സ്ഥാനം വിയ്യപുരം ചുണ്ടനും മൂന്നാം സ്ഥാനം മേൽപ്പാടം ചുണ്ടനുമാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ന്യൂഡൽഹി ലോക പുസ്തകമേളയുടെ 53ാമത് പതിപ്പിന്റെ അതിഥി രാജ്യമാണിത് ഖത്തറാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ന്യൂഡൽഹി ലോക പുസ്തകമേളയുടെ 53ാമത് പതിപ്പിന്റെ അതിഥി രാജ്യമാണ് ഖത്തർ. ഫോക്കസ് കൺട്രി സ്പെയിനാണ്. ഈ വർഷത്തെ പ്രമേയം വീര്യവും വിവേകവും അറ്റ് 75. ഈ വർഷത്തെ പ്രമേയം വീര്യവും വിവേകവും അറ്റ് 75. കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിൽ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ട്. കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിൽ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ട്. ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് ഉദ്ഘാടനം ചെയ്തത് കണ്ണൂരിലാണ് ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് ഉദ്ഘാടനം ചെയ്തത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആദ്യ അടിയന്തര ചികിത്സ ഒഴിപ്പിക്കൽ മെഡിക്കൽ ഇവാക്വേഷൻ നടത്താൻ തീരുമാനിച്ചത് നാസയാണ്. ജനുവരി 15 ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ ഇറങ്ങും. ബഹിരാകാശ നിലയത്തിലെ ചരിത്രത്തിൽ ആദ്യത്തെ ചികിത്സ ഒഴിപ്പിക്കലിന് 4 ബഹിരാകാശ സഞ്ചാരികളെയാണ് നാസ അടിയന്തരമായി തിരികെ എത്തിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആദ്യത്തെ മെഡിക്കൽ ഇവാക്വേഷൻ നടത്താൻ തീരുമാനിച്ചത് ഏത് ബഹിരാകാശ ഏജൻസിയാണ്? നാസയാണ്. M.N. സുഹൈബ് എഴുതിയ പുസ്തകമാണ് തമിഴൻ. M.N. സുഹൈബ് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് തമിഴൻ. അർബുദം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുക വഴി ചികിത്സ കൃത്യസമയത്ത് ആരംഭിക്കുവാനോ അമൂല്യമായ ജീവനുകൾ രക്ഷിക്കാനും സാധിക്കുന്ന പുതിയ പദ്ധതിയാണ് ആശാവാൻ. അർബുദം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുക വഴി ചികിത്സ കൃത്യസമയത്ത് ആരംഭിക്കുവാനോ അമൂല്യമായ ജീവനുകൾ രക്ഷിക്കുവാനും സാധിക്കുന്ന പുതിയ പദ്ധതിയാണ് ആശാവാൻ. ഉദ്ഘാടനം ചെയ്തത് ഭൂപേന്ദ്ര പട്ടേലാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയല്ല, ഭൂപേന്ദ്ര പട്ടേലാണ് ഉദ്ഘാടനം ചെയ്തത്. അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ഈ പ്രത്യേക മെഡിക്കൽ വാന് നൂതന ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മേഖലകളിലും എത്തിച്ചേരാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആശാവാൻ. മേഘാലയയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് രേവതി മൊഹിത്തെ ദേരെ. മേഘാലയയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് രേവതി മൊഹിത്തെ ദേരെ. അദാനി ഗ്രൂപ്പ് 570 മെഗാവാട്ട് വാങ്ജു ജലവൈദ്യുത പദ്ധതി ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് ഭൂട്ടാനിലാണ്. അദാനി ഗ്രൂപ്പ് 570 മെഗാവാട്ട് വാങ്ജു ജലവൈദ്യുത പദ്ധതി ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് ഭൂട്ടാനിലാണ്. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തിൽ 1000ാമത് വാർഷികവും സ്വാതന്ത്ര്യാനന്തരം ക്ഷേത്രം പുതുക്കിപ്പണിതതിന്റെ 75ാമത് വാർഷികവും പ്രമാണിച്ച് സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തിൽ 1000ാമത് വാർഷികവും സ്വാതന്ത്ര്യാനന്തരം ക്ഷേത്രം പുതുക്കിപ്പണിതതിന്റെ 75ാമത് വാർഷികവും പ്രമാണിച്ച് സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. M.V. ദേവൻ സ്മാരക പുരസ്കാരം ലഭിച്ച ചിത്രകാരനാണ് മദനൻ. M.V. ദേവൻ സ്മാരക പുരസ്കാരം ലഭിച്ച ചിത്രകാരനാണ് മദനൻ. ഹിരോഷിമ ഒരു മാധ്യമപ്രവർത്തകന്റെ അന്വേഷണ യാത്ര എന്ന കൃതി എഴുതിയത് P.K. നിയാസാണ്. ഹിരോഷിമ ഒരു മാധ്യമപ്രവർത്തകന്റെ അന്വേഷണ യാത്ര എന്ന കൃതി എഴുതിയത് P.K. നിയാസ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അനിയന്ത്രിതമായ ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്നതായി കണ്ടെത്തിയ അപൂർവ ഇനം തവളയാണ് ഗാലക്സി ഫ്രോഗ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അനിയന്ത്രിതമായ ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്നതായി കണ്ടെത്തിയ അപൂർവ ഇനം തവളയാണ് ഗാലക്സി ഫ്രോഗ്. ഇറ്റലിയുടെ സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ കാവലിയർ ഡെൽ ഓർഡിൻ ഡെല്ല സ്റ്റെല്ല ഡി ഇറ്റാലിയ നൽകി ആദരിച്ചത് ശ്രീനിവാസ് ഡംബോ. പോഷകാഹാരം, ആരോഗ്യം, പ്രാരംഭകാല സംരക്ഷണം, വിദ്യാഭ്യാസം, ശിശുക്ഷേമം, സംരക്ഷണം, പുനരധിവാസവും സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും എന്നീ മേഖലകളിലെ വ്യക്തിഗതവും സ്ഥാപനപരവുമായ സന്നദ്ധ സംഭാവനകളെ ഏകീകരിക്കുന്നതിനും സുഗമമാക്കുന്നതിനും വികസിപ്പിച്ച പോർട്ടലാണ് പങ്കുടി പോർട്ടൽ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിയാണ് അന്നപൂർണ ദേവിയാണ്.
പോഷകാഹാരം, ആരോഗ്യം, പ്രാരംഭകാല സംരക്ഷണവും വിദ്യാഭ്യാസവും, ശിശുക്ഷേമം, സംരക്ഷണവും, പുനരധിവാസം, സ്ത്രീ സുരക്ഷയും ശാക്തീകരണം എന്നീ മേഖലകളിലെ വ്യക്തിഗതവും സ്ഥാപനപരവുമായ സന്നദ്ധ സംഭാവനകളെ ഏകീകരിക്കുന്നതിനും സുഗമമാക്കുന്നതിനും വികസിപ്പിച്ച പോർട്ടലാണ് പങ്കുടി പോർട്ടൽ. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ട് സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ട് സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ബ്രഹ്മപുരമാണ്. ഉറക്കശീലങ്ങളെ അടിസ്ഥാനമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ആദ്യ AI മോഡലാണ് സ്ലീപ്പ് എഫ് എം വികസിപ്പിച്ചത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയാണ് സ്ലീപ്പ് എഫ് എം വികസിപ്പിച്ചത്. ഉറക്കശീലങ്ങളെ അടിസ്ഥാനമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ആദ്യ AI മോഡലാണ് സ്ലീപ്പ് എഫ് എം. 12 വർഷത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ട്രോഫി ന്യൂഡൽഹിയിൽ അനാച്ഛാദനം ചെയ്തത് ബ്രസീൽ മുൻ താരമായിട്ടുള്ള ഗിൽബർട്ടോ സിൽവ. 12 വർഷത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ട്രോഫി ന്യൂഡൽഹിയിൽ അനാച്ഛാദനം ചെയ്തത് ഗിൽബർട്ടോ സിൽവയാണ്. ഫിഫ അംബാസിഡർ ഗിൽബർട്ടോ സിൽവയാണ്. ഡൽഹിയിലും ഗുവാഹത്തിയിലും ട്രോഫി പ്രദർശിപ്പിക്കും. പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ച മുൻ മിസോറാം രഞ്ജി ട്രോഫി താരമാണ് കെ ലാൽ റം റുവാത്ത. പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ച മുൻ മിസോറാം രഞ്ജി ട്രോഫി താരമാണ് കെ ലാൽ റം റുവാത്ത. റോഡ് സുരക്ഷാ വാരമായിട്ട് ആചരിക്കുന്നത് ജനുവരി 11 മുതൽ 17 വരെയാണ്. അഷ്ടമുടിക്കായലിൽ നടന്ന 2026 പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം നേടിയത് നിരണം ചുണ്ടനാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ന്യൂഡൽഹി ലോക പുസ്തകമേളയുടെ 53ാമത് പതിപ്പിന്റെ അതിഥി രാജ്യം ഖത്തറാണ്. കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ട്. ഈ സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ട് ആദ്യത്തെ മാർട്ട് ഉദ്ഘാടനം ചെയ്തത് തലശ്ശേരിയാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. താങ്ക് യു.